ബസ് യാത്ര ഇഷ്ടപ്പെടുന്നവരാണോ നിങ്ങൾ? കൈക്ക് നല്ല ഊരുള്ള ആളുകളുള്ള കയ്യൂരിൽ പോയിട്ടുണ്ടോ? കയ്യൂർ നാടുകാണി വ്യൂ പോയിന്റിൽ പോയിട്ടുണ്ടോ? സമുദ്രനിരപ്പിൽ നിന്ന് 3000 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന കയ്യൂർ നാടുകാണി വ്യൂ പോയിന്റിന്റെ ഒത്ത നെറുകയിൽ കയറി അവിടുത്തെ കോടമഞ്ഞും തണുപ്പും എല്ലാം ആസ്വദിച്ചുള്ള ഒരു കിടിലൻ യാത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ കാണുവാൻ പോകുന്നത്. പാലാ KSRTC ഡിപ്പോയുടെ RNK 809 നമ്പർ ആനവണ്ടിയിൽ ചാടിക്കയറി ഏറ്റവും മുന്നിലെ സീറ്റും പിടിച്ച് പോകുന്ന വഴിയിലെ കിടിലൻ കാഴ്ചകളും ഒപ്പിയെടുത്ത് മുന്നോട്ടുള്ള ഒരു കിടിലൻ യാത്ര. കൂടുതലൊന്നും പറഞ്ഞ് ഞാൻ ബോറടിപ്പിക്കുന്നില്ല. സഞ്ചാരത്തിൻ്റെയും അനുഭവത്തിൻ്റെയും തട്ടകമായ സഞ്ചാരി ബ്രോ എന്ന നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്നത് കോട്ടയം ജില്ലയിലെ പാലാ പട്ടണത്തിലെ KSRTC ബസ് സ്റ്റാൻഡിലാണ്. ഇവിടെ നിന്നും കാലത്ത് കയ്യൂർ ഗ്രാമത്തിലേക്ക് പുറപ്പെടുന്ന ആനവണ്ടിയും കാത്തുള്ള നിൽപ്പാണ് ഞാൻ. കയ്യൂർ ഗ്രാമത്തിലെ പ്രശസ്തമായ നാടുകാണി വ്യൂ പോയിന്റ് കാണുവാനായിട്ടാണ് ഇന്ന് നമ്മൾ പോകുന്നത്. ഏകദേശം 6:15 കൂടി ബസ് പുറപ്പെടുമെന്നാണ് ഡിപ്പോയിൽ ചോദിച്ചപ്പോൾ അറിയുവാൻ സാധിച്ചത്. കാലത്ത് ചെറിയ ചാറ്റൽ മഴ ഉണ്ടായിരുന്നതിനാൽ തണുത്തു വിറയ്ക്കുവാൻ തുടങ്ങി. തണുപ്പകറ്റാൻ ഒരു ചൂട് ചായ കുടിച്ചതിന് ശേഷം നമുക്ക് പോകുവാനുള്ള ബസ്സും തപ്പി സ്റ്റാൻഡിലുടനീളം നടക്കുകയാണ് ഞാൻ. സമയം 6:20 ബസ് കാണാതെ വന്നപ്പോൾ ഒരു വട്ടം കൂടി എൻക്വയറിയിൽ പോയി വണ്ടി ഇന്നുണ്ടോ എന്ന് തിരക്കി. കൃത്യം 6:25 ആയപ്പോഴേക്കും നമുക്ക് പുറപ്പെടേണ്ട ബസ് കുളിച്ച് കുട്ടപ്പനായിട്ട് കയ്യൂർ എന്ന ബോർഡും വെച്ച് റെഡിയായിട്ട് കിടക്കുകയാണ്. ഇന്നത്തെ നമ്മുടെ യാത്രയിൽ വളയം തിരിച്ച് ബസ് മുന്നോട്ട് പായിക്കുന്ന ഡ്രൈവർ പ്രദീപേട്ടനാണ്. അതുപോലെ തന്നെ പോകേണ്ട സ്ഥലമെല്ലാം ചോദിച്ച് സ്നേഹപൂർവ്വം ടിക്കറ്റൊക്കെ കീറിത്തരുന്നത് കണ്ടക്ടർ സതീഷേട്ടനാണ്. പാലാ KSRTC സ്റ്റാൻഡിൽ നിന്നും പുറപ്പെടുന്ന നമ്മുടെ ബസ് മൂന്നാനി, ഇടപ്പാടി, അളനാട്, പ്രവിത്താനം, ഉള്ളനാട്, വലിയാമ്പറം എന്നീ സ്ഥലങ്ങളിലൂടെയാണ് കയ്യൂർ എത്തിച്ചേരുക. 23 രൂപയാണ് പാലായിൽ നിന്നും കയ്യൂർ വരെ ഒരാൾക്കാകുന്ന ബസ് ടിക്കറ്റ് ചാർജ്. ബസ് ഓടി കുറച്ച് ദൂരം എത്തിയപ്പോഴാണ് ഡ്രൈവർ പ്രദീപേട്ടൻ പറഞ്ഞത് എന്നെപ്പോലെ തന്നെ ആദ്യമായിട്ടാണ് കയ്യൂർ ഗ്രാമത്തിലോട്ട് പ്രദീപേട്ടനും പോകുന്നതെന്ന്. പാലാ ഈരാറ്റുപേട്ട റൂട്ടിലുള്ള ഇടപ്പാടി എന്ന സ്ഥലത്താണ് നമ്മുടെ ബസ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഇവിടെ നിന്നും ഇടത്തോട്ട് തിരിഞ്ഞാണ് ഇനി മുന്നോട്ട് ബസ് പോവുക. ഇടപ്പാടി വഴനേക്കാവ് ദേവീക്ഷേത്രമാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത്. തികച്ചും ഗ്രാമീണത തുളമ്പുന്ന നാട്ടിൻപുറ കാഴ്ചകളാണ് പോകുന്ന വഴിയിലുടനീളം നമുക്ക് കാണുവാൻ സാധിക്കുക. ആദ്യമായിട്ട് പുതിയ ഒരു റൂട്ടിൽ പോകുന്നതിൻ്റെതായ ആകാംക്ഷ എന്നെപ്പോലെ തന്നെ പ്രദീപേട്ടൻ്റെ ഉള്ളിലും ഉണ്ട്. ഇപ്പോൾ നമ്മൾ കാണുന്ന സ്ഥലത്തു നിന്നും വലത്തോട്ട് തിരിഞ്ഞാണ് പ്രശസ്തമായ പാമ്പൂരാമ്പാറ വ്യാകുലമാത തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് പോകേണ്ടത്. റബ്ബർ തോട്ടങ്ങളുടെ നടുവിലൂടെയുള്ള ഈ ബസ് യാത്രയുടെ ഫീലും സുഖവും അതൊന്ന് വേറെ തന്നെയാണ്.
അങ്ങനെ നമ്മുടെ ബസ് ഇപ്പോൾ അളനാട് ഗ്രാമത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. അളനാട് ഗവൺമെൻറ് UP സ്കൂൾ ആണ് ഇടതുവശത്തായിട്ട് നമ്മൾ കാണുന്നത്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നമ്മൾ ബസ്സുകളിൽ നടത്തിയ ധാരാളം യാത്രാ വീഡിയോകൾ നമ്മുടെ ചാനലിലുണ്ട്. നിങ്ങൾക്ക് സമയം കിട്ടുകയാണെങ്കിൽ നിങ്ങൾ ആ വീഡിയോസ് എല്ലാം കണ്ടു നോക്കിയതിന് ശേഷം ഇതുപോലെ തന്നെ നിങ്ങളും യാത്രകളൊക്കെ ചെയ്തു നോക്കുക. നമ്മുടെ ആനവണ്ടി ഇപ്പോൾ പാലാ തൊടുപുഴ റൂട്ടിലുള്ള പ്രവിത്താനം ജംഗ്ഷനിലേക്കാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. ഇവിടെ നിന്നും കയറുവാനുള്ള എല്ലാവരെയും കയറ്റിയ ശേഷം കുളപ്പുറത്ത് ഭീമന്റെ ജന്മനാടായ കയ്യൂർ ഗ്രാമത്തിലേക്കുള്ള യാത്ര തുടരുകയാണ്. സിനിമാ നടി മിയയുടെ വീടാണ് ഇടതുവശത്തായിട്ട് നമ്മൾ ഇപ്പോൾ കാണുന്നതെന്ന് കണ്ടക്ടർ സതീഷേട്ടൻ പറഞ്ഞു തന്നു. പ്രവിത്താനം സെൻറ്റ് അഗസ്റ്റിൻസ് ഫൊറോന പള്ളിയാണ് ഇടതുവശത്തായിട്ട് നമ്മൾ ഇപ്പോൾ കാണുന്നത്. പാലാരൂപതയുടെ കീഴിലാണ് ഈ പള്ളി വരുന്നത്. പ്രവിത്താനം ചന്തക്കവല എന്ന സ്ഥലത്തേക്കാണ് നമ്മുടെ വണ്ടി ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത്. തികച്ചും ഗ്രാമീണത തുളുമ്പുന്ന പ്രദേശമാണ് ഇവിടം. ഒരു ചെറിയ കുരിശുപള്ളിയും നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. കാലത്ത് നല്ലൊരു മഴ കഴിഞ്ഞതിൻ്റെ ലക്ഷണമൊക്കെ പോകുന്ന വഴിയിലുടനീളം നമുക്ക് കാണുവാൻ സാധിക്കും. റോഡിന് ഇരുവശവുമുള്ള കൃഷിപ്പാടങ്ങളുടെ കാഴ്ച വല്ലാത്ത ഒരു വൈബ് തന്നെയാണ്. നമ്മുടെ ആനവണ്ടി ഇപ്പോൾ ഉള്ളനാട് എന്ന ഗ്രാമത്തിലേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. ഉള്ളനാട് തിരുഹൃദയ ദേവാലയമാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത്. അമ്പലവും പള്ളിയും പള്ളിക്കൂടവും എല്ലാം ചേർന്ന പ്രദേശമായതിനാലാണ് ഈ സ്ഥലത്തിന് ഉള്ളനാട് എന്ന പേര് വന്നതെന്നാണ് കണ്ടക്ടർ സതീഷേട്ടൻ പറഞ്ഞത്. പ്രശസ്തമായ ഉള്ളനാട് ശ്രീധർമ്മശാസ്താ ക്ഷേത്രമാണ് നമ്മുടെ ഇടതുഭാഗത്തായിട്ട് നമ്മൾ കണ്ടത്. എത്ര മനോഹരമായ തോടും വെയിറ്റിംഗ് ഷെഡുമാണ് നോക്കിക്കേ. പൊളി കാഴ്ചയല്ലേ. നമ്മുടെ ബസ് ഇപ്പോൾ ആലമറ്റം എന്ന സ്ഥലത്തേക്കാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. കയ്യൂർ യാത്രയുടെ പ്രധാന ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ, ഇതുപോലെ നമുക്ക് യാതൊരുവിധ പരിചയമില്ലാത്ത നാട്ടിലൂടെ ആനവണ്ടിയുടെ മുൻസീറ്റിൽ കയറിയിരുന്നുള്ള യാത്ര തന്നെയാണ്. കൊടുക്കുന്ന കാശിന് 100% മൂല്യമുള്ള യാത്രയാണ് കയ്യൂർ യാത്രയിൽ നിങ്ങൾക്ക് കിട്ടുക. റോഡെല്ലാം പോയി കിടക്കുകയാണ് കേട്ടോ. നിങ്ങൾ വരുമ്പോഴത്തേക്ക് ഇവിടുത്തെ റോഡെല്ലാം നല്ല അടിപൊളിയായിട്ട് ടാറിങ് ചെയ്തിട്ടുണ്ടാവും. നമ്മുടെ ബസ് ഇപ്പോൾ ഓടി ഓടിതാ വലിയ കാവുമ്പുറം എന്ന സ്ഥലത്തു കൂടിയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിലുടനീളം ബസ്സുകളിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തിയ ധാരാളം യാത്രാ വീഡിയോകൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ബസ് യാത്ര ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ ആ വീഡിയോസ് എല്ലാം കണ്ടു നോക്കിയതിന് ശേഷം ഇതുപോലെ തന്നെ നിങ്ങളും യാത്ര ചെയ്ത് നോക്കുക. കയറ്റം കയറി ബസ് മുന്നോട്ട് പോകുന്നതിനോടൊപ്പം നമ്മുടെ ഉള്ളിലെ ആകാംക്ഷയും കൂടി വന്നുകൊണ്ടിരിക്കും.
കോട്ടയത്ത് നിന്നും ഏകദേശം 41 കിലോമീറ്ററും തൊടുപുഴ നിന്നും 22 കിലോമീറ്ററും മാത്രം ദൂരത്തിലാണ് കയ്യൂർ സ്ഥിതി ചെയ്യുന്നത്. ഈ യാത്രയിലെ അതിഭയങ്കരമായ കൊടും വളവിലേക്കാണ് നമ്മുടെ ബസ് ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത്. വളയം തിരിച്ച് ബസ് മുന്നോട്ട് പായിക്കുന്ന പ്രദീപേട്ടനെ സമ്മതിച്ചേ പറ്റത്തുള്ളൂ. പോകുന്ന വഴിയിലെ സ്ഥലത്തിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളുമെല്ലാം യാതൊരുവിധ മടിയും കൂടാതെയാണ് കണ്ടക്ടർ സതീഷേട്ടൻ പറഞ്ഞു തന്നുകൊണ്ടിരിക്കുന്നത്. എത്ര ഫ്രണ്ട്ലി ആണെന്നോ. അങ്ങനെ അതിഭയങ്കരമായ മലയെല്ലാം കയറി നമ്മുടെ വണ്ടി ഇപ്പോൾ കയ്യൂർ എന്ന ഗ്രാമത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. കയ്യൂർ ക്രിസ്തുരാജ് ചർച്ചും ചർച്ചിനോടനുബന്ധിച്ചുള്ള സ്കൂളുമാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത്. ഈ പള്ളിയുടെ പുറകുവശത്തായിട്ട് നല്ല ഒരു അടിപൊളി വ്യൂ പോയിന്റ് ഉണ്ടെന്നാണ് കണ്ടക്ടർ സതീഷേട്ടൻ പറഞ്ഞത്. കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ ഐതിഹ്യമാലയിലൂടെ പ്രസിദ്ധനായ കുളപ്പുറത്ത് ഭീമന്റെയും പഴയകാല ചലച്ചിത്ര നടിയായിരുന്ന മിസ് കുമാരിയുടെയും സ്വന്തം നാടാണ് കയ്യൂർ. കൈക്ക് നല്ല ഊരുള്ള മനുഷ്യരുടെ നാടായതുകൊണ്ടാണ് കയ്യൂരിന് കയ്യൂർ എന്ന പേര് വന്നതെന്നാണ് കണ്ടക്ടർ സതീഷേട്ടൻ പറഞ്ഞത്. എന്താ അല്ലേ, പൊളിയല്ലേ? അങ്ങനെ നമ്മുടെ ആനവണ്ടി ഓടിയോടി ഇതാ കയ്യൂർ ഗവൺമെന്റ് LP സ്കൂൾ ജംഗ്ഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. നമ്മളിവിടെ ഇറങ്ങാൻ പോവുകയാണ്. കുട്ടികൾക്ക് ക്ലാസ് ഉള്ള ദിവസം ഈ ബസ് കുറുമണ്ണ് എന്ന ബോർഡ് വെച്ചാവും ഓടുക. കുറുമണ്ണ് ബോർഡ് വെച്ചാണ് ബസ് കയറുന്നതെങ്കിൽ കറക്റ്റ് നമുക്ക് നാടുകാണി വ്യൂ പോയിന്റ് പോകുന്ന സ്ഥലത്തിൻ്റെ അവിടെ ചെന്നിറങ്ങുവാൻ സാധിക്കും. ഇന്ന് ക്ലാസ് ഇല്ലാത്ത ദിവസമായതിനാൽ നമുക്ക് കുറച്ച് ദൂരം അങ്ങോട്ട് നടക്കുവാനുണ്ട്. പാലായിൽ നിന്നും കയ്യൂർ വരെ നമ്മളെ സുരക്ഷിതമായി എത്തിച്ച ബസ്സിൻ്റെ കണ്ടക്ടർ സതീഷേട്ടനോടും ഡ്രൈവർ പ്രദീപേട്ടനോടും യാത്ര പറഞ്ഞ് ഞാൻ നേരെ നാടുകാണി വ്യൂ പോയിന്റ് ലക്ഷ്യമാക്കി നടക്കുവാൻ തുടങ്ങുകയാണ്. വായനശാലയും പോസ്റ്റ് ഓഫീസും ചായക്കടയും എല്ലാം ഉൾപ്പെടുന്ന ഒരു കൊച്ചു ഗ്രാമമാണ് കയ്യൂർ. കയ്യൂർ നാടുകാണി വ്യൂ പോയിന്റിലേക്ക് നടക്കുന്ന വഴി നമുക്ക് കയ്യൂർ പള്ളമാക്കൽ ഭഗവതി ക്ഷേത്രത്തിൻ്റെയും തേവർമല ശങ്കരനാരായണ സ്വാമി ക്ഷേത്രത്തിൻ്റെയും ബോർഡുകൾ കാണുവാൻ സാധിക്കും. നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം വണ്ടി എടുത്തുകൊണ്ടും ഈ റൂട്ടിലൊക്കെ വരുവാൻ സാധിക്കും. ഈരാറ്റുപേട്ട തൊടുപുഴ റൂട്ടിൽ ഇടമറുക എന്ന സ്ഥലത്ത് എത്തിച്ചേർന്നിട്ട് അവിടെ നിന്നും 5 കിലോമീറ്റർ സഞ്ചരിച്ചാലും നിങ്ങൾക്ക് കയ്യൂർ എത്തിച്ചേരുവാൻ സാധിക്കും. പക്ഷെ ബസ്സിന് വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്ന് വന്ന മാർഗം മാത്രമേ സാധിക്കൂ. അങ്ങനെ നടന്ന് നമ്മൾ ദാ വ്യൂ പോയിന്റിനടുത്തേക്ക് പോകുവാനുള്ള ഷാപ്പ് ജംഗ്ഷനിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. വ്യൂ പോയിന്റിനടുത്ത് കടയും കാര്യങ്ങളും ഒന്നും ഇല്ലാത്തതിനാൽ ഇവിടെ നിന്നും ഒരു കുപ്പി വെള്ളവും വാങ്ങി കയ്യിൽ പിടിച്ചാണ് മുന്നോട്ടുള്ള എൻ്റെ നടത്തം. ഈ കാണുന്ന കോൺക്രീറ്റ് വഴിയാണ് ഇനി നമുക്ക് മുന്നോട്ടേക്ക് പോകേണ്ടത്. നിങ്ങൾ നിങ്ങളുടെ സ്വന്തം വണ്ടിയെടുത്താണ് ഇവിടം കാണുവാൻ വരുന്നതെങ്കിൽ ഷാപ്പിന്റെ മുമ്പിൽ കാണുന്ന റോഡ് സൈഡിൽ വണ്ടി പാർക്ക് ചെയ്തിട്ട് വരുന്നതാണ് ഏറ്റവും നല്ലത്. റോഡിന് നല്ല വീതിയുള്ളതിനാൽ വാഹനം പാർക്ക് ചെയ്യുവാൻ യാതൊരുവിധ ബുദ്ധിമുട്ടുമില്ല. നമ്മൾ ഇപ്പോൾ കാണുന്ന ഗേറ്റുകൾ വരെ മാത്രമേ വാഹനങ്ങൾ അലോ ചെയ്യൂ. തീർത്തും വീതി കുറവാണ് ഇവിടം. അതിനാൽ സ്വന്തം വണ്ടി എടുത്തു വന്നാൽ ഇവിടെ കൊണ്ടുവന്ന് തിരിക്കുവാനൊക്കെ നല്ല പാടായിരിക്കും. ഇങ്ങോട്ടേക്ക് പ്രവേശിക്കുവാൻ ടിക്കറ്റും കാര്യങ്ങളും ഒന്നുമില്ല കേട്ടോ. അതോർത്ത് നിങ്ങൾ ആരും ടെൻഷൻ അടിക്കണ്ട. നിങ്ങൾ കേരളത്തിൽ എവിടെ താമസിക്കുന്നവരായാലും ഒറ്റ ദിവസം കൊണ്ട് തന്നെ കയ്യൂരിലെത്തി ഇവിടുത്തെ മുഴുവൻ കാഴ്ചകളും കണ്ടതിന് ശേഷം അന്ന് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലേക്ക് മടങ്ങി പോകാവുന്നതാണ്. പാലായിൽ നിന്നും ഏകദേശം 15 കിലോമീറ്റർ മാത്രം ദൂരമേ നാടുകാണി വ്യൂ പോയിന്റിലേക്കുള്ളൂ. അധികമൊന്നും സഞ്ചാരികൾ എത്തിപ്പെടാത്ത ഒരു സ്പോട്ടാണ് കയ്യൂർ നാടുകാണിമല.
സമുദ്രനിരപ്പിൽ നിന്ന് 3000 അടി ഉയരത്തിലാണ് നാടുകാണിമല സ്ഥിതി ചെയ്യുന്നത്. നാടുകാണി എന്ന പേരിൽ ധാരാളം ടൂറിസ്റ്റ് സ്പോട്ടുകൾ കേരളത്തിലുടനീളമുണ്ട്. ഇവിടുന്ന് നോക്കിയാൽ നാട് കാണാം എന്ന അർത്ഥത്തിലാണ് എല്ലാ സ്ഥലങ്ങൾക്കും നാടുകാണി എന്ന പേര് നൽകിയിരിക്കുന്നത്. ഇവിടെ വന്നാൽ നമുക്ക് ഇലവീഴ പൂഞ്ചിറ, ഇല്ലിക്കക്കല്ല്, മേലുകാവ്, പാല, തൊടുപുഴ എന്നീ സ്ഥലങ്ങളിലെ കാഴ്ചകൾ നന്നായിട്ട് കണ്ട് ആസ്വദിക്കുവാൻ സാധിക്കും. നല്ല തെളിഞ്ഞ കാലാവസ്ഥയുള്ള സമയത്താണെങ്കിൽ ഇവിടെ നിന്നും നോക്കിയാൽ അങ്ങകലെ ആലപ്പുഴ ജില്ലയിലെ കാഴ്ചകൾ വരെ കാണുവാൻ സാധിക്കും. സൂര്യോദയവും സൂര്യാസ്തമയവും ആസ്വദിക്കുവാൻ പറ്റിയ കിടിലൻ സ്പോട്ട് തന്നെയാണ് ഇവിടം. കാലത്തൊരു 7:30 മുമ്പൊക്കെ ഇവിടെ വരികയാണെങ്കിൽ നല്ല കോടമഞ്ഞ് ആസ്വദിക്കുവാനും സാധിക്കും. നമ്മൾ വന്ന സമയം എന്തായാലും നല്ല ഫസ്റ്റ് സമയമാണ്. കയ്യിലാണെങ്കിൽ കുടയുമില്ല, ചെറുതായിട്ട് ചാറ്റൽ മഴ പെയ്യുന്നുമുണ്ട്. പ്രകൃതി ഭംഗി നന്നായിട്ട് ആസ്വദിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ വന്നിരിക്കണം. കയ്യിൽ ഒരുപാട് പൈസയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് എവിടെയെങ്കിലും യാത്രയൊക്കെ പോകാമെന്ന് വെച്ചാൽ നമുക്കാർക്കും ഒരിടത്തും പോക്കുണ്ടാവില്ല. അതിനാൽ കിട്ടുന്ന പൈസയ്ക്ക് നിങ്ങളെല്ലാവരും ഇതുപോലുള്ള ധാരാളം യാത്രകൾ ചെയ്തു നോക്കുക. ഗൂഗിൾ മാപ്പിൽ നാടുകാണി ടോഡി ഷോപ്പ് എന്ന് അടിച്ചു കൊടുത്താലേ ഇവിടുത്തെ ലൊക്കേഷൻ കിട്ടുകയുള്ളൂ. ഇവിടെ വരുമ്പോൾ കടയും കാര്യങ്ങളും ഒന്നും ഇല്ലാത്തതിനാൽ താഴത്തെ ഷാപ്പിൽ പോയി എന്തെങ്കിലും ഭക്ഷണം കഴിക്കുക മാത്രമേ നമുക്ക് നിവർത്തിയുള്ളൂ. ഇല്ലിക്കക്കല്ല്, ഇലവീഴ പൂഞ്ചിറ തുടങ്ങിയ സ്ഥലങ്ങളിലേക്കുള്ള ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ അടുത്ത ബക്കറ്റ് ലിസ്റ്റിൽ കയ്യൂർ നാടുകാണി വ്യൂ പോയിന്റും ഉൾപ്പെടുത്താവുന്നതാണ്. ഇപ്പോൾ ഞാൻ കൈ ചൂണ്ടുന്ന ആ ഭാഗത്തേക്ക് നോക്കിക്കേ, ആ കാണുന്നതാണ് ഇല്ലിക്കക്കല്ല്. ഇനിയും നമുക്ക് മുന്നിൽ പിടിതരാത്ത ധാരാളം ആളുകളും സ്ഥലങ്ങളും എല്ലാം ഈ ഭൂമുഖത്തുണ്ട്. അത്തരം കാഴ്ചകൾ തേടി മുന്നോട്ടുള്ള നമ്മുടെ യാത്രകൾ തുടർന്നുകൊണ്ടേയിരിക്കും. അതുവരെ എല്ലാവർക്കും നമസ്കാരം.